തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ, തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ. നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ. മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ. നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന തിയേറ്റർ ആർട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറൊക്കെയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം ഞാൻ ശ്രദ്ധിക്കാനിടയായി. കലാപരമായി ഒരുപാട് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച ഒരല്പം ബുദ്ധിജീവി എന്നൊക്കെ വിളിക്കാവുന്ന ഈ മനുഷ്യൻ തൻ്റെ റിട്ടയർമെൻറ്റ് ഡേയുടെ പ്രസംഗം നടത്താൻ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അദ്ദേഹം ആ സഞ്ചിയിൽ നിന്ന് ഒരു കോമാളിയുടെ വസ്ത്രം ധരിച്ച് ഔപചാരികമായ പ്രസംഗമൊക്കെ ഉപേക്ഷിച്ച് അവിടെ ഇരുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അലറുക, അലറുക, വെളിച്ചം മരിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ അലറുക. അലറുക, അലറുക, വെളിച്ചം മരിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ അലറുക. നമ്മുടെ ഈ കാലഘട്ടത്തെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ തീർച്ചയായും വെളിച്ചം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൻ്റെ എല്ലാ സൂചനകളും നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയും. യേശു യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവാക്യത്തിൽ പറഞ്ഞു: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. നമ്മുടെ കാലത്തിൻ്റെ ഓരോ ദുസ്സൂചനകളുടെയും മുമ്പിൽ ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. വെളിച്ചം മരിച്ചുകൊണ്ടിരിക്കുക എന്ന വാക്കിൻ്റെ ആഴമുള്ള അർത്ഥം ഇരുട്ട് പരക്കുക എന്നാണ്. അത്തരമൊരു കാലത്ത് വെളിച്ചത്തിൻ്റെ സാക്ഷികളായി മാറാൻ അതിനാവശ്യമായ പ്രസാദവരം നമുക്ക് ദൈവത്തോട് ചോദിക്കാം.